ഷിൻ ഇവിടെയാണ് പഠിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് ഷിന്നുമായി വീണ്ടും കണ്ടുമുട്ടാൻ ഇവൻ എവിടേക്ക് വന്നു എന്നത് നമ്മുടെ ഷിന്നിനെ വല്ലാതെ ആദി കയറ്റുന്നുണ്ട്. കാരണം അന്ന് താനൊരു ആണായിരുന്നു, ഇപ്പോൾ താനൊരു പെണ്ണാണ് എന്നത് എങ്ങനെ തേജുവിനോട് പറയും എന്നത് ഷിന്നിന് ഒരു ഐഡിയയും ഇല്ല. അതുകൊണ്ട് തന്നെ തേജുവിൻ്റെ കണ്ണിൽപ്പെടാതെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് അപ്രതീക്ഷിതമായി തേജുവിനെ കാണുന്ന ഷിൻ മറഞ്ഞിരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അത് കറക്റ്റായി തേജു ശ്രദ്ധിക്കുന്നു. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണോ എന്ന് അവൻ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നു. അല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എന്നവൾ പറയുന്നു. ആ ടൈം അവളുടെ മുഖം ശരിക്ക് കാണുന്ന തേജുവിന് എവിടെയോ കണ്ടു മറഞ്ഞ ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടോ എന്നവൻ ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അവൾ റോഡിലൂടെ നടക്കുന്ന സമയം ഒരു പയ്യൻ അവളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അത് അവൾക്കും മനസ്സിലാവുന്നുണ്ട്. അവൾ പക്ഷെ മുന്നോട്ട് തന്നെ പോകുമ്പോൾ സോജൻ എന്നൊരു പെൺകുട്ടി അത് കാണുകയും ഷിന്നിനെ അടുത്തെത്തി ആ പയ്യൻ നിങ്ങളെ കുറച്ചു നേരമായി ഫോളോ ചെയ്യുകയാണ്, ഇത് പ്രശ്നമാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവനോട് രണ്ടെണ്ണം പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ഷിൻ തിരിയുമ്പോൾ ആ പയ്യനെ കാണുന്നില്ല. എന്നെ കണ്ട് പേടിച്ച് പോയതായിരിക്കും എന്ന് ഷിൻ പറഞ്ഞ് ആ പെൺകുട്ടിയെ പരിചയപ്പെടുകയാണ്. എൻ്റെ പേര് സോജിൻ, ഞാൻ ഈ നാട്ടിൽ പുതുതായി വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പരിചയപ്പെട്ട് പിരിയുന്നു. പക്ഷേ അടുത്ത ദിവസം ഷിൻ ആകെ സർപ്രൈസ്ഡ് ആവുന്നു. കാരണം ഷിന്നിൻ്റെ ക്ലാസ്സിൽ പുതുതായി ഒരു വിദ്യാർത്ഥി പഠിക്കാനായി വരുന്നു. അത് മറ്റാരുമല്ല, കഴിഞ്ഞ ദിവസം രാത്രി പരിചയപ്പെട്ട സോജിനാണ്. സോജനും അവൾ പുതുതായി പഠിക്കാൻ വന്ന ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം കണ്ട ആളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. തുടർന്ന് അവൾ ഷിന്നിനോട് സംസാരിച്ച് നല്ല കമ്പനി ആകുന്നു. എനിക്കിവിടെ കിട്ടിയ ആദ്യത്തെ ഫ്രണ്ടാണ് നിങ്ങൾ എന്ന പോലെയല്ല, അവൾ ഷിന്നിനോട് വളരെ കാര്യമായി സംസാരിക്കുമ്പോൾ ഷിന്നിൽ എപ്പോഴും താനൊരു ആൺകുട്ടിയിൽ നിന്ന് പെൺകുട്ടിയായി മാറിയ എന്നൊരു തോന്നൽ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് വലിയ പരിചയപ്പെടാനും മിങ്കിളാവാനോ ഉള്ള ധൈര്യം ഒന്നുമില്ല. അങ്ങനെ ഇവരവിടെ സംസാരിച്ചിരിക്കുന്ന ടൈം അവിടേക്ക് കസിൻ എത്തി സോജിനെ പരിചയപ്പെടുന്നു.